നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. എന്താണ് അനുമോളുടെ പ്രശ്നം? നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കേൾക്കുന്നില്ല, ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല. ഇത് ബുദ്ധിമുട്ടാണ്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്തെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നില്ല, അത് ഞാൻ ചെയ്യില്ല, ഞാൻ വാര് പറഞ്ഞാലും ചെയ്യില്ല, ബിഗ് ബോസ് പറയണം. അങ്ങനെ ബിഗ് ബോസ് നിങ്ങളുടെ ഓരോ കാര്യം നോക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങളൊരു ഷോ ചെയ്യാണ്, മര്യാദയ്ക്ക് കളിക്കാമെങ്കിൽ കളിപ്പിക്കാം. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്തൊക്കെയാണ് പറയണത്? വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയുന്നു, അയാൾ നശിച്ചു പോണേന്ന് പറയുന്നു, പോടാ പൊടി എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യമില്ല. വളരെ മോശമായിട്ടാണ് സംസാരിക്കണത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഞാൻ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത് എപ്പോഴും. അതെ, ഒരു ഗെയിം അല്ലേ എന്റെ കുട്ടി, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നല്ലേ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാ. ടാർഗറ്റ് ചെയ്യും, അതാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. നിങ്ങളെ പല വിധത്തിൽ അവർ പുറത്താക്കാൻ നോക്കും. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. അതിന് രക്ഷപ്പെടുകയല്ലേ ഗെയിം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. അതൊരു ഗെയിമാണ്. ഞങ്ങളത് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചതിന് ആൻസർ ഉണ്ടോ? എനിക്കറിയില്ല ലാലേട്ടാ. അറിയില്ല. അപ്പൊ പിന്നെ എഴുതാൻ വേറൊരാളുടെ ചുണ്ടി പോയി തൊണ്ണേ. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ ഗ്യാങ്ങായിട്ട് എന്നെ കളിയാക്കുന്നു, എന്നെ ഓരോന്നും അയ്യോ എന്താണ്ട് മറന്നല്ല ലാലേട്ടാ. ഞാനിവിടെ കരച്ചിൽ കാർഡ് എടുക്കുന്നു, സീരിയൽ അഭിനയമാണ്, ആക്ടിങ് ആണ്, ആക്ട്രസ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അതൊരു സത്യം മാത്രം. ഇതുപോലെ വേറൊരാളുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോണെന്നാണ്? രേണു എവിടെ? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എന്താ പോണോ? അല്ലല്ലേ, ഞാൻ ഇപ്പൊ തുറന്നുതരാം. ഇടയ്ക്കിടയ്ക്ക് പോണെന്ന് പറയുന്നോണ്ട് ചോദിക്കാം. വേണ്ട, കണ്ടാത്തോണ്ട. എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല സ്വന്തമായിട്ട്. അല്ല, ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നോണ്ട് ചോദിച്ചാ. അത് വിഷമം വരുമ്പോ പറയുന്ന ആളാലേട്ടാ. നമുക്ക് ഈ ക്യാമറയെ കൂടെ തന്നെ പിടിച്ചകത്തോട്ടങ്ങ് കൊണ്ടുപോവാം. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം.